നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർകോട്ടെ വൈദ്യുതി നിയന്ത്രണം. വൈദ്യുതി വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം കത്തുന്നു. ഉപ്പുവെള്ള വിതരണം. മഹിളാ മോർച്ച പ്രവർത്തകർ ഞായറാഴ്ച എന്നെ നെല്ലിക്കുന്ന് MLAയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. വെള്ളവും വെളിച്ചവുമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ വിദേശത്ത് സുഖവാസം അനുഭവിക്കുന്ന MLA നാടിന് ഭാരമാണെന്ന് BJP. വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധന. ചൊവ്വാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ. ഭാവിക്കര കുടിവെള്ള പദ്ധതി. അഴിമതി ആരോപണവുമായി BJP രംഗത്ത്. നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് BJP. ബദിയടുക്ക കുമ്പള റോഡിന്റെ ശോചനീയാവസ്ഥ. തിങ്കളാഴ്ച ജനകീയ സമരസമിതി റോഡ് ഉപരോധിക്കും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരപരിധിയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുന്നിലെ വൈദ്യുതി സെക്ഷൻ ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു പ്രകടനം ആരംഭിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് ചുറ്റിയാണ് പ്രകടനം നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിലെത്തിയത്. ഓഫീസിന് മുന്നിൽ വെച്ച് പ്രകടനം കാസർഗോഡ് ടൗൺ SI ഉത്തംദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. ഇത് ഏറെ നേരം സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പ്രകടനത്തിന് ശേഷം പൊതുയോഗവും നടന്നു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി T നിശാന്ത്, പ്രസിഡന്റ് P ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഈ സംഭവം നീട്ടിക്കൊണ്ടുപോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിനെ ശക്തമായിട്ട് നേരിടാനും ശക്തമായിട്ട് പ്രതിരോധിക്കാനും DYFI ഏറ്റവും ഉജ്ജ്വലമായിട്ട് മുന്നോട്ട് വരും. ഈ കറന്റിന്റെ മാത്രം വിഷയമല്ല, കാസർഗോട്ട് ഇപ്പോൾ വെള്ളവുമില്ലാത്ത സ്ഥിതിയാണ്. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കുന്നതിന്റെ പേരിൽ കാസർഗോട്ടും പരിസരത്തും രാവും പകലും മണിക്കൂറുകളോളം വൈദ്യുതി മുടക്കുന്നതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനകം തന്നെ പ്രതിഷേധവുമായി യുവജന പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിന് പകരം വാട്ടർ അതോറിറ്റിയുടെ ഉപ്പുവെള്ളം ലഭിക്കുന്ന കാസർകോട്ട് വൈദ്യുതി വിതരണവും മുടങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനും വൈദ്യുതി വകുപ്പിനുമെതിരെ ജനരോഷമുയരുമ്പോൾ സ്ഥലം MLAയും മറ്റ് ജനപ്രതിനിധികളും മിണ്ടാതിരിക്കുകയാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരപരിധിയിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് INLന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലിക്കുന്നിലെ വൈദ്യുതി സെക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. വൈദ്യുതി വകുപ്പ് അധികൃതരുടെ നടപടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം പ്രകടനത്തിൽ അലതല്ലി. ഉപ്പുവെള്ളം ലഭിക്കുന്ന കാസർഗോഡ് നഗരവാസികളെ വൈദ്യുതി നിയന്ത്രണത്തിന്റെ പേരിൽ അധികൃതർ ദ്രോഹിക്കുകയാണെന്ന് INL നേതാക്കൾ കുറ്റപ്പെടുത്തി. INL ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം, CMA ജലീൽ, മുസ്തഫ ജലീൽ, മുസ്തഫ തോരവളപ്പ്, മൊയ്തീൻ ഹാജി ചട്ടഞ്ചാൽ, അബൂബക്കർ ദാരിമി ബാങ്കോട്, ഹനീഫ് പെരിയടുക്ക, ഹനീഫ് കടപ്പുറം, ഖാദർ ആലമ്പാടി എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന് ശേഷം INL നേതാക്കൾ KCB അധികൃതരുമായി ചർച്ച നടത്തി. ജനദ്രോഹ നടപടി തുടരുവാനാണ് അധികൃതരുടെ ഭാവമെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് INL നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം സാധാരണക്കാരനായ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ്. നമുക്കറിയാം, ഒരു സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത് കുടിവെള്ളം. കുടിവെള്ളവും വെളിച്ചവുമില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടിവെള്ളവും വെളിച്ചവും ഇവിടെ ഇല്ലാണ്ടാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളവും വെളിച്ചവും മനുഷ്യർ കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം കേരള സംസ്ഥാനത്തിന്റെ മറ്റുള്ള ജില്ലകളെ പരിശോധിക്കുമ്പോൾ, മറ്റുള്ള പട്ടണങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത്രമാത്രം പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഈ കേരള സംസ്ഥാനത്തുണ്ടാകും. STPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കാസർഗോഡ് KCB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു.
പ്രകടനത്തിന് ശേഷം ഓഫീസിന് മുന്നിൽ നടന്ന യോഗം SDPI ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വൈ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AH മുനീർ, മുഹമ്മദ് കരീം പള്ളം, SA അബ്ദുൽ റഹ്മാൻ, നവാസ് ചൌക്കി, സമീർ തളങ്കര എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തളങ്കരയിൽ നിന്ന് ബൈക്കുകളിലും മറ്റ് വാഹനങ്ങളിലുമായി യുവാക്കൾ പ്രതിഷേധവുമായി കാസർഗോഡ് KCB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വിവരമറിഞ്ഞ് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും പ്രതിഷേധക്കാരെ പിരിച്ചുവിടുകയുമായിരുന്നു. വൈദ്യുതി വകുപ്പിന്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമായതുകൊണ്ടാണ് പ്രകടനം നടത്തിയതെന്നാണ് പ്രതിഷേധക്കാരായ യുവാക്കൾ പറഞ്ഞത്. ഈ രീതിയിൽ കാസർഗോഡ് നഗരപരിധിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിദ്യാനഗർ 110 kV സബ്സ്റ്റേഷൻ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 4 ദിവസമായി കാസർകോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. കടുത്ത ചൂടിലും കുടിവെള്ളക്ഷാമത്തിലും വീർപ്പുമുട്ടുന്ന ജനങ്ങൾക്ക് കനത്ത പ്രഹരമായാണ് വൈദ്യുതി നിയന്ത്രണം എത്തിയത്. മണിക്കൂറുകൾ ഇടവിട്ടുള്ള നിയന്ത്രണം രാത്രികാലത്തെങ്കിലും ഒഴിവാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റി ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. അതിനിടെ ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്ന അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ ഞായറാഴ്ച NA നെല്ലിക്കുന്ന് MLA വീട്ടിലേക്ക് മാർച്ച് നടത്തും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന മാർച്ച് BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്യും. പ്രമിള C നായക് അധ്യക്ഷത വഹിക്കും. അതിനിടെ NA നെല്ലിക്കുന്ന് MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP ജില്ലാ നേതാക്കൾ രംഗത്തെത്തി. കുടിവെള്ളവും വൈദ്യുതിയുമില്ലാതെ ജനങ്ങൾ ദുരിതം പേറുമ്പോൾ സ്ഥലം MLA NA നെല്ലിക്കുന്ന് വിദേശത്ത് പോയി സുഖവാസം അനുഭവിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാത്ത MLA നാടിനും ജനങ്ങൾക്കും ഭാരമാണ്. കാസർകോട്ടെ ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിദേശ പര്യടനം അവസാനിപ്പിച്ച് MLA നാട്ടിലേക്ക് മടങ്ങണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ കറണ്ടില്ലാതെ വെള്ളമില്ലാതെ ജനം പൊരുതിമുട്ടുമ്പോൾ MLA സുഖവാസത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോയിരിക്കുക. നാട്ടിലെ ജനങ്ങൾ ഇത്രയും പൊരുതിമുട്ടുമ്പോൾ സുഖവാസത്തിന് പോകുന്ന MLA ശ്രീ NA നെല്ലിക്കുന്ന് കാസർഗോഡിനൊരു ഭാരമായി തീർന്നിരിക്കുകയാണ്. MLA ഫണ്ട് ഒരു പൈസ പോലും ചെലവഴിക്കാതെ റെക്കോർഡ് സൃഷ്ടിച്ച MLA കരണ്ടും വെള്ളവുമില്ലാതെ വിഷം വെള്ളം കുടിക്കുന്ന സമയത്ത് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തിലൊന്നും ഇടപെടാത്ത ഒരു MLA എന്ന ഏറ്റവും റെക്കോർഡ് സൃഷ്ടിക്കുന്ന ഒരു MLA ആയിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാരമായിരിക്കുന്നു. ആത്മാർത്ഥതയുണ്ടെങ്കിൽ MLA ഈ സുഖവാസം അവസാനിപ്പിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരട്ടെ. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത് ഇത് പ്രവാസി MLA എന്നും അത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ NRI MLA ഒന്നെങ്കിൽ ഗൾഫിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുന്നതാണ്. MLA ഫണ്ട് ചെലവഴിക്കാനും കഴിയില്ല, ഇവിടെയുള്ള പ്രശ്നങ്ങളിലും ഇടപെടാനും കഴിയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗൾഫിലേക്ക് പോവുകയും ചെയ്യുന്നു സുഖവാസത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള MLA നമുക്ക് വേണോ? കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നാളെ മഹിളാ മോർച്ച പ്രവർത്തകർ MLAയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. BJP ജില്ലാ പ്രസിഡന്റ് P സുരേഷ് കുമാർ ഷെട്ടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കേബിൾ TV ആവശ്യത്തിനായി സർക്കാർ അനുവദിച്ച വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ചാണ് സമരം. ചൊവ്വാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്യും. 1993 സംസ്ഥാന സർക്കാർ കേബിൾ TV ആവശ്യത്തിന് ₹1 നിരക്കിൽ വൈദ്യുതി പോസ്റ്റ് അനുവദിച്ചത്. ഇത് ഏഷ്യാനെറ്റ് കേബിൾ TVക്ക് മാത്രമാണ് ലഭിച്ചത്. അതിനെതിരെ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തിയാണ് കേബിൾ TV ആവശ്യത്തിന് പോസ്റ്റുകൾ നൽകാൻ ഹൈക്കോടതി വിധിയിലൂടെ അനുമതി ലഭിച്ചത്. എന്നാൽ നിരക്ക് പലതവണ വർദ്ധിപ്പിച്ച് നിലവിൽ പോസ്റ്റ് വാടക ₹311 മാറ്റിയിരിക്കുകയാണ്. 12.3% സർവീസ് ടാക്സും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇൻസ്പെക്ഷൻ ഫീസും അടക്കം ഒരു പോസ്റ്റിന് ₹354.25 നൽകണം. ഒരു കേബിൾ കണക്ഷന് പ്രതിമാസം ₹30 വീതം പോസ്റ്റ് വാടക ഇനത്തിൽ മാത്രം ചെലവാകുന്നു. ഇത് കേബിൾ ഓപ്പറേറ്റർമാർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്.
അതിനാൽ വൈദ്യുതി പോസ്റ്റ് വാടക കോർപ്പറേഷൻ പരിധിയിൽ 250 രൂപയും മുനിസിപ്പൽ പരിധിയിൽ 200 രൂപയും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 125 രൂപയുമായി പുനർനിശ്ചയിക്കണമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. ഇതിനു പുറമെ 5% വാർഷിക വർധന പിൻവലിക്കുക, ഒരു വർഷത്തെ വാടക മുൻകൂർ ഒന്നിച്ചടയ്ക്കുന്നതിന് പകരം 4 തവണയാക്കി അടയ്ക്കാൻ അവസരമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നതായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ 30-1 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കും. ഈ ദിവസങ്ങളിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ സമരപന്തൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചതായി COA ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാവിക്കര കുടിവെള്ള പദ്ധതിയുടെ മറവിൽ വൻ അഴിമതി നടന്നതായി BJP. UDF-കാരനായ കരാറുകാരനാണ് കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നതെന്നും BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഭാവിക്കര കുടിവെള്ള പദ്ധതിയുടെ മറവിൽ വൻ അഴിമതി നടന്നതായി BJP ജില്ലാ നേതാക്കൾ ആരോപിച്ചു. UDF-കാരനായ കരാറുകാരനാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ LDF മൗനം പാലിക്കുന്നത് അഴിമതിയിൽ LDF നേതാക്കൾക്കും പങ്കുള്ളതുകൊണ്ടാണെന്നും BJP നേതാക്കൾ ആരോപിച്ചു. മാറിവരുന്ന സർക്കാരുകളുടെയും കാസർഗോഡ് MLAയുടെയും കഴിവേട് കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കാത്തത്. പദ്ധതിയുടെ ക്രമക്കേടിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സൂത്രപ്പണി മാത്രമാണെന്നും BJP നേതാക്കൾ ആരോപിച്ചു. ഈ പ്രൊജക്ട് തന്നെ ഇല്ലാതാക്കിയിട്ട് പുതിയ വൻതുകക്ക് പുതിയ കരാർ പുതുക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പുതിയ പുതുക്കൽ കരാറ് നിർമ്മാണത്തിന്റെ മറവിൽ 50 കോടി രൂപയ്ക്ക് ഇതേ കരാറുകാരന് ഈ പദ്ധതി പുതുക്കി കൊടുക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ നിർമ്മാണം വൈകുന്നത് എന്നുള്ളത്. ഇതിലാണ് ഇവിടുത്തെ സ്ഥലം MLAക്കും പങ്കുള്ളത്. നേരത്തെ പറഞ്ഞുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷവും മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇത് വിവാദമാവുന്ന കണ്ടപ്പോഴാണ് പണി തുടരാൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലെ ദുരൂഹത പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇതിലെ അഴിമതി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്ന നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥനെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കണം. ഈ എല്ലാ വിവാദത്തിന്റെ ഇടയിൽ വിജിലൻസ് പരിശോധന നടത്തി എന്നുള്ള വാർത്തകൾ വന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതികളെക്കുറിച്ചും അവയ്ക്ക് ചെലവഴിച്ച പണത്തെക്കുറിച്ചും എത്ര ജനങ്ങൾക്ക് പദ്ധതികൾ കൊണ്ട് ഗുണം ലഭിക്കുന്നുവെന്നതിനെക്കുറിച്ചും ഒരു ധവളപത്രം ഇറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യുന്നത് വിഷം കലർന്ന വെള്ളമാണ്. അനുവദനീയമായതിലും കൂടുതലാണ് വെള്ളത്തിൽ ഉപ്പ് കലർന്നിരിക്കുന്നത്. ഇത്തരം മലിനജലം വിതരണം ചെയ്യുന്നത് വാട്ടർ അതോറിറ്റി അവസാനിപ്പിക്കണം. കാസർഗോഡ് ജില്ലയിൽ നിരവധി ജലസ്രോതസ്സുകൾ ഉണ്ട്. ഇതിന് ശാസ്ത്രീയമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കാൻ അധികൃതർക്ക് പറ്റാത്തതാണ് ജില്ലയിലെ കുടിവെള്ള ക്ഷാമത്തിന് കാരണമെന്നും BJP നേതാക്കൾ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് കുമാർ ഷെട്ടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ബദിയടുക്ക മുതൽ സീതാങ്കോളി വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ ജനകീയ സമരസമിതി വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. തിങ്കളാഴ്ച സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബദിയടുക്ക മുതൽ സീതാങ്കോളി വരെയുള്ള റോഡ് ഉപരോധിക്കുന്നത്. 2012 മെയ് മാസം പ്രവൃത്തിയുടെ ടെൻഡർ വിളിച്ച റോഡിന് 20 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. 18.25 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ചിരുന്നു. ഇതിനിടെ റോഡിന്റെ വീതി 7 മീറ്ററായി ഉയർത്താൻ തീരുമാനിച്ചു. ഇതേ തുടർന്ന് 26.5 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് PWDക്കും ധനകാര്യ വകുപ്പിനും സമർപ്പിച്ചിരിക്കുകയാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നു. മെയ് മാസത്തോടുകൂടി കരാറുകാരന്റെ കാലാവധി കഴിയുകയാണ്. ഇതോടെ ബദിയടുക്ക മുതൽ സീതാങ്കോളി വരെയുള്ള റോഡിന്റെ പ്രവൃത്തി നിർത്തിവെക്കും. ഇതിനെതിരെയാണ് റോഡ് ഉപരോധം അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ ബദിയടുക്ക കുമ്പള റോഡിലെ ബദിയടുക്ക മുതൽ സീതാങ്കോളി വരെയുള്ള റോഡ് നടന്നു പോകാൻ പറ്റാത്ത വളരെ ശോചനീയ അവസ്ഥയാണ്. ടെൻഡർ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും പണി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഓട്ടോറിക്ഷ മോട്ടോർ തൊഴിലാളികൾ
നാട്ടുകാർ ഇവരൊക്കെ സംയുക്തമായി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും കൂടി സംയുക്തമായി ഒരു സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ 28-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ വൈകുന്നേരം വരെ ബദിയടുക്ക മുതൽ സീതാങ്കോളി വരെയുള്ള റോഡ് ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സമരസമിതി ഭാരവാഹികളായ മാഹിൻ കേലോട്ട്, KN കൃഷ്ണഭട്ട്, ജഗന്നാഥ ഷെട്ടി, രാമപാട്ടാളി, സുബ്രഹ്മണ്യൻ നിർച്ചാൽ, മഹേഷ് മിഥുല, ജീവൻ തോമസ്, രവി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട്ടെ മാലിന്യ കാഴ്ചകൾ കാണുവാൻ സംസ്ഥാന മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി എത്തി. മാലിന്യ നിക്ഷേപം ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റുവാൻ നിർദ്ദേശം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനാണ് സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി എത്തിയത്. കത്തിച്ചും പുകച്ചും കളയുന്ന കാഞ്ഞങ്ങാട്ടെ മാലിന്യ കാഴ്ച കണ്ട് ഡോക്ടർ വാസുകി ആശ്ചര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. നഗരത്തിൽ പലയിടങ്ങളിലായി കുന്നുകൂട്ടിയിട്ട മാലിന്യം ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ അവർ നിർദ്ദേശം നൽകി. ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ വിപുലീകരണത്തിനും പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും സഹായം നൽകുമെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ കൂട്ടിച്ചേർത്തു. ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ നിലവിലുള്ള സൗകര്യങ്ങളും അവർ വിലയിരുത്തി. പുതിയ പ്ലാന്റ് സ്ഥാപിക്കാനാണ് ശുചിത്വ മിഷൻ പദ്ധതിയിടുന്നത്. തുടർന്ന് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയ അവർ അറപ്പുളവാക്കും വിധം മാലിന്യം കുന്നുകൂട്ടിയിടുന്നതിൽ അസംതൃപ്തി രേഖപ്പെടുത്തി. തുടർന്ന് ശുചീകരണ പ്രവർത്തനം നടക്കുന്ന മത്സ്യമാർക്കറ്റും സന്ദർശിച്ചു. ഇറച്ചി വിൽപ്പന പരസ്യമായി നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. ചില്ലുകൂടുകളിലാവണം ഇറച്ചി വിൽപ്പന നടത്തേണ്ടതെന്നും അവർ ഓർമ്മിപ്പിച്ചു. സംഘത്തിൽ ശുചിത്വ മിഷൻ ഡയറക്ടർ M ദിലീപ് കുമാർ, നഗരസഭാ ചെയർപേഴ്സൺ അസീന താജുദ്ദീൻ, വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടി, N സുലൈഖ, P ശോഭ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സുദേവൻ, ഇബ്രാഹിം ഷെരീഫ്, C യൂസഫ് ഹാജി തുടങ്ങിയവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്കാഡമിക് ശില്പശാല സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് മെയ് 22-ന് നടക്കും. ജില്ലാ സാക്ഷരതാ സമിതി യോഗം 29-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ ചേരും. ഉപ്പള മണ്ണംകുഴി ഉറൂസ് ശനിയാഴ്ച സമാപിക്കും. നാടിന്റെ നാനാദിക്കിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് ഉറൂസ് നേർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാർ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് ആവശ്യം. കേരള ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ടാണ് കേരള ഷോപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത്. എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU നേതാവ് അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അത് മാർച്ച് മാസത്തിൽ തന്നെ പ്രഖ്യാപിക്കും. ആ മാർച്ച് മാസത്തിൽ മദ്യനയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ചാരായ ഷോപ്പുകൾ ലേലം ചെയ്യും, കള്ള് ഷോപ്പുകൾ ലേലം ചെയ്യും, ബാറുകളുടെ ലൈസൻസുകൾ കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഈ വർഷം തെരഞ്ഞെടുപ്പ് അതിനിടയിൽ വന്നു. തെരഞ്ഞെടുപ്പ് യാദൃച്ഛികമായിട്ട് വന്നതല്ല. 16ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് നിലനിൽക്കുന്ന ഗവൺമെന്റ് ആണ്, ഇന്നലെ വന്ന ഗവൺമെന്റ് അല്ല. DV അമ്പാടി അധ്യക്ഷനായി. അശോകൻ കാര്യങ്കോട്, M സുരേഷ് രാവണേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ടെ വൈദ്യുതി നിയന്ത്രണം. വൈദ്യുതി വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം കത്തുന്നു. ഉപ്പുവെള്ള വിതരണം. മഹിളാ മോർച്ച പ്രവർത്തകർ ഞായറാഴ്ച എന്നെ നെല്ലിക്കുന്ന് MLA-യുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. വെള്ളവും വെളിച്ചവുമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ വിദേശത്ത് സുഖവാസം അനുഭവിക്കുന്ന MLA നാടിന് ഭാരമാണെന്ന് BJP. വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധന. ചൊവ്വാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ. ഭാവിക്കര
കുടിവെള്ള പദ്ധതി അഴിമതി ആരോപണവുമായി BJP രംഗത്ത്. നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് BJP. ബദിയടുക്ക കുമ്പള റോഡിന്റെ ശോചനീയാവസ്ഥ. തിങ്കളാഴ്ച ജനകീയ സമരസമിതി റോഡ് ഉപരോധിക്കും. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.